ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓസ്കാർ പുരസ്കാരം. അപ്പോൾ 2026 ഓസ്കാർ പുരസ്കാരങ്ങൾ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം 2026 ഓസ്കാർ പുരസ്കാരം. 2026 98ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് 2026 മാർച്ച് 15-നാണ്. ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ വെച്ചിട്ടാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിന്റെ അവതാരകൻ ചോദിച്ചാൽ ആരായിരുന്നു? അവതാരകൻ ഹാസ്യ നടനായ കോനൻ ഒബ്രിയോൺ ആണ്. കോനൻ ഒബ്രിയൻ ആണ് 2026 98ാമത് ഓസ്കാർ പുരസ്കാരത്തിന്റെ അവതാരകൻ. ഇനി നമുക്ക് നോക്കാം ഓരോ പുരസ്കാരങ്ങളും. അപ്പോൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ്. ഓസ്കാർ പുരസ്കാരം 2026 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നതാണ്. മികച്ച സംവിധായകൻ ചോദിച്ചാൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലൂടെ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് മികച്ച സംവിധായകൻ. അപ്പൊ നമ്മൾ കോഡുകളൊക്കെ വെച്ച് കൃത്യമായി പഠിച്ചെടുക്കും. അപ്പൊ മുൻപേ ഒന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി മികച്ച നടൻ ചോദിച്ചാൽ അത് മൈക്കൽ ബി ജോർദാൻ ആണ്. സിന്നേഴ്സ് എന്ന ചിത്രത്തിലൂടെ മൈക്കൽ ബി ജോർദാൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടി ജെസി ബക്ലി ആണ്. ഹാംനെറ്റ് എന്ന ചിത്രത്തിലൂടെ മികച്ച നടിയായി ജെസി ബക്ലി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സഹനടൻ ചോദിച്ചാൽ ആരാണ്? സീൻ പെൻ ആണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനായി സീൻ പെൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സഹനടി ചോദിച്ചാൽ ആമി മാഡിഗനാണ്. വെപ്പൺസ് എന്ന ചിത്രത്തിലൂടെയാണ് ആമി മാഡിഗൻ മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മികച്ച ഛായാഗ്രഹണം പുരസ്കാരം നേടിയതാരാണ്? ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോ. സിന്നേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോ മികച്ച ഛായാഗ്രഹണത്തിനുള്ള 2026 ഓസ്കാർ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോ ഇവിടെ പഠിച്ചു വെക്കുക, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിന് ടോട്ടൽ 6 പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. 2026 ഓസ്കാർ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രമാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ടോട്ടൽ 6 പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ സിന്നേഴ്സ് എന്ന ചിത്രം ടോട്ടൽ 16 നോമിനേഷനുകളാണ് നേടിയിട്ടുള്ളത്. ഓസ്കാർ ചരിത്രത്തിൽ തന്നെ ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിക്കുന്നത് സിന്നേഴ്സ് എന്ന ചിത്രത്തിനാണ്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ നേടിയിട്ടുള്ളത് സിന്നേഴ്സ് എന്ന ചിത്രമാണ്. ടോട്ടൽ 16 നോമിനേഷനുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഓസ്കാർ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ചിത്രത്തിന് ഇത്രയധികം നോമിനേഷനുകൾ ലഭിക്കുന്നത് കേട്ടോ. ഒന്ന് അവിടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോ മികച്ച ഛായാഗ്രാഹകനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ വനിതയാണ് ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോ. എന്താണ്? മികച്ച ഛായാഗ്രാഹകനുള്ള ഓസ്കാർ നേടുന്ന ആദ്യ വനിതയാണ് ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോ എന്നും കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ്. എന്നാൽ ഓസ്കാർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ നേടിയിട്ടുള്ള ചിത്രമാണ് സിന്നേഴ്സ്. അതുപോലെ ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോ ഓസ്കാർ നേടുന്ന ഛായാഗ്രാഹകൻ വിഭാഗത്തില് ഓസ്കാർ നേടുന്ന ആദ്യ വനിത കൂടിയാണ്. ഇനി നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് കണക്ട് ചെയ്ത് പഠിച്ചു പോവാം. അപ്പൊ മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നതാണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോ ഓസ്കാർ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയതുകൊണ്ടാണല്ലോ ചിത്രത്തിന് പുരസ്കാരം ലഭിച്ചത്. 1ാം സ്ഥാനം അല്ലെ? ഓസ്കാർ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് കൊണ്ടാണ് ചിത്രത്തിന് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ട്രെൻഡിങ് നമ്പർ 1 എന്നോർത്താൽ മതി. 1 എന്നതിൽ നിന്ന് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. ഇനി മികച്ച സംവിധായകൻ ചോദിച്ചാൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലൂടെ ആരാണ്?
പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. അപ്പോൾ മികച്ച ചിത്രമാക്കി മാറ്റണമെങ്കിൽ സംവിധായകന് അതിൽ വലിയൊരു പങ്കുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സംവിധായകൻ പൊളിയാണ് എന്നോർക്കാം. സംവിധായകൻ പൊളിയായതുകൊണ്ട് എന്താണ് ട്രെൻഡിങ് നമ്പർ 1 ആയി മാറി. ചിത്രം ട്രെൻഡിങ് നമ്പർ 1 ആയി മാറി. അപ്പോൾ പൊളി എന്നതിൽ നിന്ന് ജസ്റ്റ് ഇവിടെ പോൾ എന്നും കണക്ട് ചെയ്ത് വെക്കാലോ. പൊളി എന്നതിൽ നിന്ന് പോൾ എന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു സിനിമയിലെ രംഗങ്ങൾ പോലെ നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ നടൻ ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ നടന്റെ പേര് ജോർജ് എന്നാണ് കേട്ടോ. ജോർജ്. പ്രേമം സിനിമയിലെ നിവിൻ പോളിയുടെ ക്യാരക്ടറിന്റെ പേര് എന്താണ്? ജോർജ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ജോർജ് കോളേജിലെ സീനിയർ ആണ്. അപ്പോൾ നമ്മുടെ നടൻ ജോർജ് മൈക്കിലൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ മൈക്കിലൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മികച്ച നടനെ കണക്ട് ചെയ്ത് വെക്കാം, മൈക്കിൾ ബി ജോർദാൻ. ചിത്രവും കണക്ട് ചെയ്ത് വെക്കുക. എന്താ ചെയ്യുന്നത്? ജോർജ് കോളേജിലെ സീനിയർ ആണ്. അപ്പോൾ സിന്നേഴ്സ് എന്നും കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പോൾ കണ്ടു, നമ്മുടെ നടൻ സ്റ്റേജിൽ നിന്ന് മൈക്കിലൂടെ എങ്ങനെ പാട്ട് പാടുകയാണ്. ഇനി സ്റ്റേജിന് താഴെ നമ്മുടെ ആരുണ്ട്? നടിയുണ്ട്. നടി ആരാണ്? ജെസ്സി എന്ന് പറയുമ്പോൾ നമുക്ക് തൃഷയുടെ ആ ഒരു ക്യാരക്ടറും കണക്ട് ചെയ്ത് വെക്കാം. ജെസ്സി താഴെ നിന്ന് നമ്മുടെ ജോർജിന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജോർജിന്റെ പാട്ട് കേട്ട് ഇങ്ങനെ സ്റ്റേജിന് താഴെയാണ്. അപ്പോൾ കയ്യിൽ എന്തുണ്ട്? ഫോണുണ്ട്. ഫോണിൽ നെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോർത്തിരിക്കുക. ജെസ്സി ഫോണിൽ നെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജോർജ് സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ നമ്മുടെ നടി എന്താ ചെയ്യുന്നത്? ഫോണിൽ നെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോർത്തിരിക്കുക. അപ്പോൾ ഈ സമയം ആര് വരുന്നുണ്ട്? സഹനടൻ വന്നിട്ട് നമ്മുടെ ജോർജിന്റെ പോക്കറ്റിൽ എന്ത് ചെയ്യാണ്? 1 പെന്ന് വെക്കുകയാണ്. ഒരു പെന്ന് വെച്ചു കേട്ടോ. നമ്മുടെ ജോർജിന്റെ പോക്കറ്റിൽ ഒരു പെന്ന് വെച്ചു. അപ്പൊ 1 എന്നതിൽ നിന്ന് 1 ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രം കണക്ട് ചെയ്ത് വെക്കാം. പെൻ എന്നതിൽ നിന്ന് സഹനടനെയും കണക്ട് ചെയ്ത് വെക്കാം. സീൻ പെന്ന് അല്ലെ. സീൻ പെന്നാണ് മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ നടന്നത്? നമ്മുടെ നടൻ സ്റ്റേജിൽ മൈക്കിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടൻ എന്താണ്? കോളേജിൽ സീനിയർ ആണ്. അപ്പൊ ഇത്രയും കാര്യം കണക്ട് ചെയ്തു. ചിത്രം സിന്നേഴ്സ് ആണ്. മൈക്കിൾ ബി ജോർദാൻ ആണ് മികച്ച നടൻ. മികച്ച നടിയെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ജോർജ് സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ താഴെ ആരുണ്ട്? നടിയുണ്ട് അല്ലെ. നടി എന്താ ചെയ്യുന്നത്? ജെസ്സി. നമ്മുടെ നടി ജെസ്സിയാണ്. ജെസ്സി നെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജെസ്സി ബക്ലി ആണ് മികച്ച നടി. ചിത്രം ചോദിച്ചാൽ ഹാംനെറ്റ് ആണ്. ഇതേ സമയം നമ്മുടെ മികച്ച സഹനടൻ അല്ലെ. സഹനടൻ വരുന്നുണ്ട്. എന്ത് ചെയ്യാണ്? നമ്മുടെ ജോർജിന്റെ പോക്കറ്റിൽ ഒരു പെന്ന് വെക്കുകയാണ്. 1 എന്നതിൽ നിന്ന് 1 ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമാണ്. സീൻ പെന്നാണ് മികച്ച സഹനടൻ എന്നും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചു. ഇനി മികച്ച സഹനടി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നടി ജെസ്സി എന്താ ചെയ്യുന്നത്? ഫോണിൽ നെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ജോർജ് പാടുന്നതൊന്നും ആര് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല? നടി ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ സഹനടി എന്ത് ചെയ്യാണ്? നമ്മുടെ നടിയെ മാടി വിളിച്ചു എന്നോർക്കാം. മാടി വിളിച്ചു. എങ്ങനെയാ വിളിക്കുന്നത്? കൈകൊണ്ടല്ല, വെപ്പൺ കൊണ്ടാണ് കേട്ടോ. വെപ്പൺ വെച്ചിട്ടാണ് മാടി വിളിക്കുന്നത് എന്നോർത്താൽ ആമി മാടികനാണ് മികച്ച സഹനടി എന്നും വെപ്പൺസ് എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാലോ. ഇനി മികച്ച ഛായാഗ്രഹണം ആരായിരുന്നു? ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോ. അപ്പോൾ നമ്മുടെ സ്റ്റേജിൽ നിന്ന് മൈക്കിൾ ഇങ്ങനെ പാടുമ്പോൾ ചുറ്റും എന്താണ്? ആർപ്പ് വിളിയുണ്ട് എന്നോർക്കാം. ആ ഒരു ചിത്രം, ആ ഒരു രംഗം നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്നോർത്താൽ ഛായാഗ്രഹണം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ഓട്ടം ഡ്യൂറാൾഡ് ആർക്കപ്പോയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കേട്ടോ. താങ്ക്